എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെൻറ്റ് അസോസിയേഷൻ ഓഫ് കേരളയുടെ BSc നഴ്സിംഗ് കോഴ്സുകളിലേക്കുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. വിദ്യാർത്ഥികൾക്ക് pncmac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. pncmac.in എന്ന വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം വിദ്യാർത്ഥികൾക്ക് ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് ഡേറ്റ് ഫോർ ഓൺലൈൻ ഫീ റെമിറ്റൻസ്, അതായത് നിങ്ങൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ 22-ാം തീയതി, അതായത് ഓഗസ്റ്റ് 22-ാം തീയതി വൈകുന്നേരം 5 മണിക്കോ അല്ലെങ്കിൽ അതിന് മുൻപോ ആയിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്യണം എന്നുള്ളതാണ്. 10,000 രൂപയാണ് ഫീ പേയ്മെൻറ്റ്, ടോക്കൺ ഫീ പേയ്മെൻ്റ് ആയിട്ട് അടക്കേണ്ടത്. അപ്പോൾ ഓഗസ്റ്റ് 22-ാം തീയതിക്ക് ഉള്ളിലായിട്ട് നിങ്ങൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ലോഗിൻ ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് കാണാം ലോഗിൻ അലോട്ടഡ് യൂസർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക്, അതായത് BSc നഴ്സിംഗ് സെലക്ട് ചെയ്യുക. BSc നഴ്സിംഗ് സെലക്ട് ചെയ്ത ശേഷം നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പറും അതായത് ഇമെയിൽ ഐഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. അപ്പോൾ ആ ഒരു ലിങ്ക് വഴി മാത്രമേ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫീ പേയ്മെൻറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് 23-ാം തീയതിയാണ്. അതായത് ഈ ഒരു ഓഗസ്റ്റ് 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അടുത്ത നെക്സ്റ്റ് അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാം. അതായത് ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ തൃപ്തരല്ല എന്നാണെങ്കിൽ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ സാറ്റിസ്ഫൈഡ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് കോളേജിൽ 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും അതുപോലെ തന്നെ ബാലൻസ് ഫീസായിട്ട് ഏകദേശം 96,000 രൂപയുണ്ടാവും. അപ്പോൾ ആ ഒരു പൈസ കൂടി വിദ്യാർത്ഥികൾക്ക് എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ നിലവിൽ ലഭിച്ച ഓപ്ഷനിൽ താല്പര്യമില്ല, ആ ഒരു ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകൾ മാത്രം കിട്ടിയാൽ അഡ്മിഷൻ നേടും എന്ന് ഉള്ള ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾക്ക് ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല, അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ഹിയർ ടു സി BSc നഴ്സിംഗ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആർക്കൊക്കെയാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, അതായത് എത്ര ടോട്ടൽ മാർക്കുള്ളവർക്കാണ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളത് എന്ന് കാണാം. അതായത് ഈ ഒരു ബയോളജി, അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് എന്നിവയുടെ ടോട്ടൽ മാർക്ക് 460-ലാണ് വരുന്നത്. അപ്പോൾ 460-ൽ എത്ര മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ കോളേജിലാണ് അലോട്ട്മെൻറ്റ് കിട്ടിയത് എന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ കോളേജിലും എത്ര മാർക്കുള്ള വിദ്യാർത്ഥികൾക്കാണ് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു ലിസ്റ്റിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ലിസ്റ്റ് ജസ്റ്റ് നിങ്ങൾ പരിശോധിക്കുക. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. കിട്ടിയിട്ടുണ്ടെങ്കിൽ 10,000 രൂപ ഫീ പേയ്മെൻറ്റ് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ 23-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സും ഫീസും സഹിതം പോയിട്ട് അഡ്മിഷൻ നേടാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ ലഭിച്ച ഓപ്ഷനിൽ നിങ്ങൾക്ക് താല്പര്യമില്ല, അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് അടുത്ത അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതിനായിട്ട് വെയിറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട്, അതായത് ഏകദേശം ഒരു അടുത്ത 1-2 അലോട്ട്മെൻറ്റിന് മാത്രമേ വെയിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതിനുശേഷം നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനെ ജോയിൻ ചെയ്യാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുന്നതും ആയിരിക്കും എന്നുള്ളത് വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന കാര്യമായിരിക്കും, LBSൽ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഈ ഒരു കോളേജിൽ നിന്നും നിങ്ങൾക്ക് റീഫണ്ട് കിട്ടുമോ എന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് LBS വഴി അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ലഭിക്കുന്നതാണ്. അതിൻ്റെ ഡേറ്റ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക്, അതായത് കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു കോളേജിൽ ഈ ഒരു കാര്യം അന്വേഷിക്കുക. അതായത് റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. കാരണം എല്ലാ വർഷവും ഒരു നിശ്ചിത ഡേറ്റിനുള്ളിൽ വിദ്യാർത്ഥികൾ ആ ഒരു കോഴ്സിൽ നിന്ന് പോവുകയാണ്, അത് കോഴ്സ് ഡ്രോപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പൈസ റീഫണ്ട് കിട്ടും. അതായത് അഡ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുമ്പായിട്ടാണ് ഈ ഒരു നിങ്ങൾ ഡ്രോപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് കോഴ്സ് ജോയിൻ ചെയ്യാതെ നിങ്ങൾക്ക് LBSലോ മറ്റോ കിട്ടുകയാണെങ്കിൽ, അങ്ങനെ മാറുന്നുണ്ടെങ്കിൽ മാത്രമാണ്, അതായത് ആ ഒരു നിശ്ചിത ഡേറ്റിനുള്ളിലാണ് റീഫണ്ട്
കിട്ടുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കോളേജിൽ ആ ഒരു ഡീറ്റെയിൽസ്, അത് റീഫണ്ടുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും, എങ്ങനെയാണ് റീഫണ്ടിന് കൊടുക്കേണ്ടത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അത് ലോഗിൻ എന്നുള്ളതിൽ അലോട്ടഡ് യൂസർ എന്നുള്ള ലിങ്ക് വഴിയാണ് ലോഗിൻ ചെയ്ത് ഫീ പേയ്മെൻറ്റ് നടത്തേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്യാനുള്ള അവസരം 23-ാം തീയതിയാണ്, അത് ഓഗസ്റ്റ് 23-ാം തീയതിയാണ്. ഈ ഒരു കോളേജിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പരിഗണിക്കുന്നതല്ല. നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച കോഴ്സ് താല്പര്യമുണ്ടെങ്കിൽ, അതായത് കോളേജ് താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.